എല്ലാവർക്കും നമസ്കാരം. NCCയുടെ എൻറോൾമെൻറ്റ് ഭാഗമായിട്ട് ഫില്ല് ചെയ്യേണ്ട ഒരു ഫോമാണ് ഈ എൻറോൾമെൻറ്റ് ഫോം. അതിനകത്ത് വരുന്ന ഭാഗമാണ് ഒന്ന്, ഡിക്ലറേഷൻ ഓഫ് അക്സെപ്റ്റൻസ് ഫോർ ഓൺലൈൻ എൻറോൾമെൻറ്റ്. ഇത് വിദ്യാർത്ഥി ഫില്ല് ചെയ്യേണ്ട ഭാഗമാണ്. അതിനുശേഷം സർട്ടിഫിക്കറ്റ് ബൈ MO എന്ന് വെച്ചാൽ മെഡിക്കൽ ഓഫീസർ, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുക്കേണ്ട ഭാഗം ഇവിടെയാണ്, ശ്രദ്ധയോട് ചെയ്യണം. അതിനുശേഷമുള്ള ഭാഗമാണ് ഡിക്ലറേഷൻ ബൈ പാരൻ്റ് ഓർ ഗാർഡിയൻ. ഇവിടെ രക്ഷിതാവാണ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്. പിന്നീട് സർട്ടിഫിക്കറ്റ് എന്ന ഭാഗം അത് സ്കൂളിൽ നിന്ന് ചെയ്യേണ്ട ഭാഗമാണ്. ഇത്രയും വരുന്ന ഭാഗമാണ് ഈ ഒരു പേജുള്ള ഈ എൻറോൾമെൻറ്റ് ഫോമിലുള്ളത്. അപ്പോൾ അത് ശ്രദ്ധയോടുകൂടി ചെയ്യണം, ഒട്ടും തെറ്റുകൾ വരുത്താൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, NCCയുടെ എൻറോൾമെൻറ്റ് ഫോമിൽ വിദ്യാർത്ഥി എഴുതുന്ന അല്ലെങ്കിൽ രക്ഷിതാവ് എഴുതുന്ന സമയത്ത് അധികം ബ്ലൂ ഇങ്ക് ഉപയോഗിച്ച് തന്നെ എഴുതണം. നീല പേന ഉപയോഗിച്ച് തന്നെ എഴുതേണ്ടതാണ്. മറ്റ് കളറുകൾ എഴുതാൻ പാടില്ല, പ്രത്യേകിച്ച് ബ്ലാക്ക് ഉപയോഗിക്കാനേ പാടില്ല. ഇതിനകത്ത് മെഡിക്കൽ ഓഫീസർ, ഡോക്ടർക്ക് ഉപയോഗിക്കാം, നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ശ്രദ്ധിക്കുന്നത് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നോക്കൂ, ഇതിൽ ആദ്യത്തെ ഭാഗം നോക്കാം. ആദ്യത്തെ ഭാഗം വിദ്യാർത്ഥി ഫില്ല് ചെയ്യേണ്ടതാണ്. വിദ്യാർത്ഥിയുടെ ഫുൾ നെയിമാണ് എഴുതേണ്ടത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ അഭിനവ് രാജു എന്ന് പറയുന്ന കുട്ടിയാണെങ്കിൽ വളരെ വൃത്തിയായിട്ട് തന്നെ ക്യാപിറ്റൽ ലെറ്ററിൽ അഭിനവ് രാജു എന്ന് വൃത്തിക്ക് എഴുതണം, ഒട്ടും തന്നെ തെറ്റരുത്. അഭിനവ് രാജു എന്ന് വൃത്തിക്ക് എഴുതണം. അതേപോലെ തന്നെ വീണ്ടും ഇവിടെയും എഴുതേണ്ടത് അങ്ങനെ തന്നെയാണ്. 2 പ്രാവശ്യവും പേര് തന്നെയാണ് കുട്ടികൾ എഴുതേണ്ടത്. വൃത്തിക്ക് എഴുതണം, തെറ്റുകൂടാണ്ട് എഴുതണം. അഭിനവ് രാജു ക്യാപിറ്റൽ ലെറ്റർ തന്നെ എഴുതണം, ഇംഗ്ലീഷ് ക്യാപിറ്റൽ ലെറ്റർ എഴുതണം. ഇവിടെ നിങ്ങളുടെ പ്ലേസ് ഏതാണോ എഴുതുക. അതുപോലെ ഡേറ്റ്, ഇന്നത്തെ ഡേറ്റ് ഇടുക, അല്ലെങ്കിൽ നമ്മൾ അയച്ചു തരുന്ന ഡേറ്റ് ഇടുക. ഓക്കെ, ഇന്നത്തെ ഡേറ്റ് എത്രയാണോ അത്ര ഇട്ടാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഈ പ്രിൻ്റ് എടുക്കുന്നത് ആ ദിവസത്തെ, ഫില്ല് ചെയ്യുന്ന ദിവസത്തെ ആ ഡേറ്റ് ഇടുക. പിന്നെ സിഗ്നേച്ചർ ഓഫ് ആപ്ലിക്കൻ്റ്, വിദ്യാർത്ഥിയുടെ സൈനാണ് ഇവിടെ ഇടേണ്ടത്. ഓക്കെ, വിദ്യാർത്ഥിയുടെ സൈൻ ഇവിടെ ഇടേണ്ടതാണ്. ഇത്രയുമാണ് ഈ ഭാഗത്തുള്ളത്. പിന്നെ അടുത്ത ഭാഗം ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. തൊട്ടടുത്ത ഭാഗം നോക്കൂ, സർട്ടിഫിക്കറ്റ് ബൈ MO ആണ്, എന്ന് വെച്ചാൽ മെഡിക്കൽ ഓഫീസറാണ്. മെഡിക്കൽ ഓഫീസർ ഫില്ല് ചെയ്യേണ്ട ഭാഗമാണ്. ഇവിടെ ഒരു കാരണവശാലും നമ്മുടെ പേര് എഴുതിക്കൊണ്ട് പോകരുത്. അതുകൊണ്ട് തന്നെ ഡോക്ടറാണ് അവിടെ പേര് എഴുതുന്നത്. അപ്പോൾ ഇവിടെ ഡോക്ടർ പേര് എഴുതിക്കോളും, കുട്ടിയുടെ പേര് എഴുതിക്കോളും, അതുതന്നെ പ്ലേസിൻ്റെ ഡേറ്റ് കവർ എഴുതിക്കോളും. പിന്നെ 2 കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, ഇത് ഗവൺമെൻറ് ഡോക്ടറാണ് ഈ സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഗവൺമെൻറ് ഡോക്ടറാണ്, ഗവൺമെൻറ് അലോപ്പതിക് ഡോക്ടറാണ്, ഇംഗ്ലീഷ് മെഡിസിൻ നൽകുന്ന ഡോക്ടറാണ് ഈ സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്. മറ്റ് ഉള്ളതിന് വാലിഡിറ്റി ഇല്ല, അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഡോക്ടറുടെ സീല് വേണം, ഡോക്ടറുടെ സീൽ ഇവിടെ ഉണ്ടാവണം, പ്രത്യേകം ശ്രദ്ധിക്കാറിട്ടോളും. പിന്നെ ഡോക്ടറുടെ സീലും സൈൻ ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലിൻ്റെ റൗണ്ട് സീലും കൂടെ ഉണ്ടാവണമെന്ന്, ഗവൺമെൻറ് ഹോസ്പിറ്റലിന് റൗണ്ട് സീലും ഉണ്ടാകുന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുക. ഈ ഭാഗത്തുണ്ടായിരിക്കണം. ഇതാണ് ഈ ഭാഗം ഫില്ല് ചെയ്യുന്ന രീതി. ഇനി അതിന് ശേഷമുള്ള ഭാഗമാണ് ഡിക്ലറേഷൻ ബൈ പാരൻ്റ് ഓർ ഗാർഡിയൻ. ഓക്കെ, ആ ഭാഗമാണ് അടുത്ത ഭാഗം. അവിടെ സ്വാഭാവികമായിട്ടും ഇവിടെ പേരെഴുതേണ്ടത് രക്ഷിതാവിൻ്റെ പേരാണ് എഴുതേണ്ടത്. ആരാണോ ഫില്ല് ചെയ്യുന്നത്, രക്ഷിതാവിൻ്റെ, അച്ഛൻ്റെ അമ്മയുടെ ആരാണോ ഫില്ല് ചെയ്യുന്നത് അവരുടെ പേരാണ് എഴുതേണ്ടത്. പ്ലേസ്, ഡേറ്റ് കൊടുക്കുക. അതിനുശേഷം സിഗ്നേച്ചർ ഓഫ് പേരൻ്റെ സിഗ്നേച്ചർ ഇടേണ്ടതാണ്. ഇതാണ് ഈ ഭാഗം ഫില്ല് ചെയ്യുന്ന രീതി. അതിനുശേഷമുള്ള ഭാഗമാണ് സർട്ടിഫിക്കറ്റ് എന്ന ഭാഗം. സർട്ടിഫിക്കറ്റ് എന്ന ഭാഗം ഇവിടെ അത് ANO അല്ലെങ്കിൽ സ്കൂളിൽ വെച്ച് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് വിദ്യാർത്ഥിയോ രക്ഷിതാവോ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല. ഓക്കെ, താങ്ക് യു. ഇത്രയുമാണ് ഈ ഫോം ഫില്ല് ചെയ്യേണ്ടത് രീതി. പ്രത്യേകം ശ്രദ്ധിക്കാം, ഫോമിന് ചുളിവോ മടക്കമൊന്നും ഇല്ലാത്ത പോലെ ഭംഗിയായിട്ട് സൂക്ഷിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നിർബന്ധമുള്ള കാര്യമാണ്. താങ്ക് യു.